എന്റെ കൊച്ചിനെ പഠിപ്പിച്ച ടാക്സി ഓട്ടോറിക്ഷ ഓടിക്കാൻ വെച്ച ഞാൻ ആ കൊച്ചിനെ പഠിപ്പിച്ചാണ് ഒരു വർഷം ചങ്ങോട്ടും ഓട്ടോറിക്ഷ ഓടിക്കണേ ഞാൻ കോടീശ്വരനൊന്നല്ല എന്റെ കൊച്ചു ഓടുവാണ് യെസ്, അതെ. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ വിമാന സർവീസുകളും വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ ബാധിച്ചത് ഇൻഡിഗോ ഫ്ലൈറ്റിനാണ്. കാരണം അവർക്ക് കൂടുതൽ ഫ്ലൈറ്റ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. റീഷെഡ്യൂളിംഗ് വരുന്നുണ്ട്. വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ കൂടെ ഇന്ത്യയിലെ വിമാന സർവീസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രധാന കാരണം ഈ ക്രൂ മെമ്പേഴ്സിന് വേണ്ടത്ര റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി ആവിയേഷൻ മിനിസ്ട്രി ഒരു പുതിയ നിയമം നടപ്പാക്കിയ എന്നതിന്റെ ഭാഗം കൂടിയാണ്. അതുമാത്രമല്ല, സോഫ്റ്റ്വെയറിനകത്തുള്ള അപ്ഡേഷൻസ്, അതുപോലെ തന്നെ എയർപോർട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വ്യത്യാസം, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് പാസഞ്ചേഴ്സിന് അവർ ബുക്ക് ചെയ്ത ഷെഡ്യൂളിനനുസരിച്ച് ഫ്ലൈറ്റ് കിട്ടുന്നില്ല എന്നൊരു വലിയ ക്രൈസിസിലൂടെ നിരവധി പേരാണ് എയർപോർട്ടിൽ പല വക പ്രശ്നങ്ങളിലൂടെ പെട്ടുകിടക്കുന്നത്. പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, എക്സാം എഴുതാൻ കഴിയാത്തത്, സ്വന്തം ഹസ്ബൻഡിന്റെ ബോഡി നാട്ടിൽ കൊണ്ട് ക്രിമേഷൻ ആക്ടിൽ കൊടുക്കാൻ കഴിയാതെ ബോഡിയുമായിട്ട് നിൽക്കുന്ന ഭാര്യ, അത്തരത്തിലേക്ക് നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പാസഞ്ചേഴ്സ് പല എയർപോർട്ടിലും കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെ കൂടെ മറ്റൊന്നുകൂടെ പറയേണ്ടതുണ്ട് എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കാരണം ഈ പാസഞ്ചേഴ്സ്, വളരെ ദുരിതം അനുഭവിക്കുന്ന പാസഞ്ചേഴ്സ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം പോയി പറയുന്നത് ഈ എയർപോർട്ടിനകത്തുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ജീവനക്കാരോടാണ്. അവരുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ആ ജീവനക്കാർ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതായത് ഒന്നും ഒരു വേർഡ് തിരിച്ചു പറയാൻ കഴിയുന്നില്ല, എന്തു മറുപടി പറയണം എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ പ്രശ്നം, പാസഞ്ചേഴ്സിന്റെ പ്രശ്നങ്ങളെ കേട്ടു നിൽക്കുക എന്ന് മാത്രമാണ്. ഒബീഡിയൻ്റായി കേട്ട് നിൽക്കുക. കാലു പിടിക്കുന്നത് പോലെ വളരെ ക്ഷമയോടുകൂടെ കേട്ടു നിൽക്കുന്ന ഒരുപാട് എംപ്ലോയീസിനെ ഈ ദുരിതത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും അതല്ലേ ഉടമസ്ഥത എന്ന് പറയുന്നത്. കാരണം അവരുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അനുഭവിക്കുന്നത് ജീവനക്കാരാണ്. ഇത് ഇവിടെ പറയാൻ കാരണം പല ബിസിനസ്സിനകത്തും നിങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് അതുപോലെ തന്നെ സർവീസിനകത്ത് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെ പ്രശ്നം അനുഭവിക്കുന്നത് നമ്മളുടെ ജീവനക്കാരാണ്. ഈ ജീവനക്കാർ ആ സമയത്ത് എടുക്കുന്ന ഒരു ഉടമസ്ഥത പല ബിസിനസ്സിനെയും നല്ല നിലയിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് ബിസിനസ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഉടമസ്ഥത എടുക്കുന്ന നൂറുകണക്കിന് ജീവനക്കാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ബിസിനസ്സുകാരൻ്റെയും കടമയാണ്. അതിനനുസരിച്ച് അവരെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു എന്നതിനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.